മനുഷ്യരെ മാറ്റി മറിക്കും എന്ന് കുറേ കാലങ്ങളായിട്ട് കേട്ട് പരിചയമുള്ളൊരു വാക്യമാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്, പുസ്തകം എങ്ങനെയാണ് നമ്മളെ മാറ്റി മറിക്കുന്നത്. ഇതുപോലെയുള്ളത് നമ്മൾ പുസ്തകം കയ്യിലെടുക്കുക ഏറ്റവും പീക്ക്, അതായത് നമ്മുടെ മൈൻഡ് ഏറ്റവും പീക്ക് ടൈമിലുള്ളപ്പോഴാണ് നമ്മൾ എടുക്കുക. കാരണം മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വിടുതൽ നേടി ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ പുസ്തകം കയ്യിലെടുക്കുക. ഭയങ്കര പ്യൂരിറ്റി ആയിട്ട് നമ്മുടെ മൈൻഡ്. ആ സമയത്ത് നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലുള്ള അക്ഷരങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് വളർത്തി ചേർക്കുമ്പോൾ അത് ഭയങ്കര സ്കെച്ചായിട്ട് ഇങ്ങനെ കാണാം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്കെച്ചിങ് ആണ് പുസ്തക വായന എങ്ങനെയാണ് നമ്മളെ മാറ്റിമറിക്കാന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനം. ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് മാറ്റിമറിക്കാന്ന് നമുക്ക് ആശങ്കപ്പെടാൻ കാരണം, നമ്മള് ഇപ്പൊ ജീവിച്ചു കൊടുക്കുന്നത് ചുരുക്കം പറയുകയാണെങ്കിൽ ഇത്ര ഫിക്ഷൻ ആകട്ടെ നോൺ ഫിക്ഷൻ ആകട്ടെ ഇതിലൊക്കെ ഒരു കള്ളം കടന്നു കയറിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഫിക്ഷനിൽ തീർച്ചയായിട്ടും പിന്നെ ഫിക്ഷനിൽ നമുക്ക് ചരിത്രം ചേർക്കാം, പക്ഷെ ചരിത്രത്തിൽ നമുക്ക് ഒരിക്കലും ഒരു ഫിക്ഷൻ ചേർക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം, നമ്മൾ ആർട്ടിലാവട്ടെ ഒക്കെ ഈ ഒളിച്ചു കടത്തലുകളുടെ ഒരു കാലത്താണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മളൊരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ഈ പുസ്തകം അതിൽ ഏത് കാറ്റഗറിയിലാണ് പെടുക എന്നുള്ളത് വലിയൊരു ഒരു സംശയം വെക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഞാൻ ഇതിനോടനുബന്ധിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ, 2019 മുന്നേ വായിക്കുന്ന രീതിയിലാണോ 2019 ശേഷം വായിക്കാൻ പറ്റുന്നത്? അതായത് അതിന്റെ അവസാനം ചുല്യാറ്റ് ചെയ്യണ ഒരു പരിപാടിയിലാണ് കഥ കിടക്കുന്നത്. പക്ഷെ ഒരു 2030-ലോ 2050-ലോ ഉള്ള ഒരാള് ഇനി തിരുത്ത് എങ്ങനെയായിരിക്കും വായിക്കുക? അതായത് ആ സമയത്ത് വായിക്കുമ്പോ ഇതിലുള്ള കഥാകാരൻ ഉണ്ടാക്കിയെടുത്തൊരു ചരിത്രമായിട്ട് മാറും. തിരുത്ത് എപ്പോഴും ചരിത്രത്തിന് അത്രത്തോളം ചേർത്ത് പിടിച്ച് രൂപം കണ്ട ഒരു കഥയാണ്. പക്ഷേ നമ്മുടെ അധികാരവും നിയമവ്യവസ്ഥയും എല്ലാം വളരെ എന്താ പറയാ, വളരെ തന്ത്രപൂർവം അതിനെ മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. അപ്പൊ തിരുത്തി ഇനി നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ പറയാൻ കാരണം ഈ ഫിക്ഷനിൽ ചരിത്രവും ചരിത്രത്തിൽ ഫിക്ഷനും ചേർന്ന് ഇടകലരുമ്പോൾ ഉള്ള പ്രശ്നത്തിന്റെ സ്ഥാനം പറഞ്ഞുള്ളൂ. അപ്പൊ ഇതിലെന്താണ് സത്യം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മളൊരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ നമുക്കൊരു ഫിൽറ്റർ അത്യാവശ്യമില്ല. എഴുത്തുകാരൻ എഴുതിയതിന്റെ അങ്ങേപ്പുറത്തേക്ക് വായനക്കാർക്കിടയിൽ ചർച്ചയാവുമ്പോഴാണ്, അല്ലെ, പുസ്തകം നമ്മൾ വായിച്ച് ചർച്ച വരുമ്പോഴാണ് അതിൽ സത്യം ഏതാണ് കള്ളം ഏതാണെന്ന് മനസ്സിലാവുക. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എഴുത്തുകാരനാണെങ്കിലും വായനക്കാരനാണെങ്കിലും ഏറ്റവും ജാഗരൂകമായി ഇരിക്കേണ്ട കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് എഴുതുന്ന ആളും വായനക്കാരും തമ്മിലുള്ള എന്താ പറയാ, ഒരു വല്ലാത്തൊരു കൊടുക്കൽ വാങ്ങലുകൾ അത്യാവശ്യമായിട്ടുള്ള ഘട്ടം കൂടിയാണ്. ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് പുസ്തകത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പുസ്തകം നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഈ പുസ്തകം ഏത് രീതിയിലുള്ളതായിരിക്കും എന്നുള്ളത് മുൻവിധിയോടുകൂടിയൊന്നല്ല നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് പുസ്തകം ശരിക്കും ഒരു രേഖപ്പെടുത്തൽ കൂടിയാണ്. ഓരോ കാലഘട്ടത്തിന്റെ ചരിത്രം ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത് അതിന്റെ സ്വാഭാവികമായ പ്രോസസ്സിൽ രൂപം കൊള്ളതാണ് ചരിത്രം. നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് ചരിത്രം എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടാക്കുന്നത് ഫിക്ഷനാണ്.
ഇത്തരം ഒരു കാലത്ത് ഞാൻ കാസിം മാഷെ വളരെ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, സംസാരിച്ചിട്ടുള്ളൂ നേരിട്ട്. അപ്പോ വളരെ പതുങ്ങിയൊരു മനുഷ്യൻ, പിന്നെ എന്താ പറയാ, ഒച്ചയൊന്നും പൊന്നാത്ത അത്രയും ഭയങ്കര സ്നേഹത്തോടു കൂടി ഇവിടെ ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള സംസാരം, അങ്ങനത്തെ ഒരു സൗഹൃദം. അപ്പം മനുഷ്യത്വം നമ്മുടെ ഉള്ളിലുണ്ടാവുമ്പോൾ നമ്മളെ മനുഷ്യനും ലോകത്തിനും വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കും പറയും. അതല്ലാത്തടത്തോളം കാലം ഇതിനൊക്കെ ഗണ്ഡിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ നമ്മളിങ്ങനെ ജീവിതത്തിനുടനീളം നടന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കും. കാസിം മാഷിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്നുള്ളൊരു വല്ലാത്തൊരു അർത്ഥം ചേരാത്ത ഒരു മനുഷ്യൻ. എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, ഈ പുസ്തകം നമുക്കൊരു ഫിൽറ്ററിന്റെ ആവശ്യമില്ല. ഒരു ഫിൽറ്ററിന്റെ ആവശ്യമില്ലാതെ വളരെ സുഖസുന്ദരമായിട്ട് നമുക്ക് പിക്ക് ചെയ്തിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് കാസിം മാഷ് പുസ്തകം. പുസ്തകമായിട്ട് ഞാനത് വായിച്ചിട്ടില്ല, പക്ഷെ അയച്ചു തന്നപ്പോൾ ഞാൻ വായിച്ചത് അതില് മാഷ് പറഞ്ഞ ഒരു സാധനം, കുടുംബത്തിനെ പറ്റി പറഞ്ഞ ഒരു സാധനം. ഇപ്പം സ്വാതന്ത്ര്യപൂർവമായ സുരക്ഷിതത്വമാണ് ജീവിതാഹ്ലാദത്തിന്റെ അടിസ്ഥാനം. ആഹ്ലാദ സ്പർശം മനസ്സിന്റെ തന്ത്രികളിൽ മധുര സംഗീതമുണ്ട്. അതിനാൽ പുരുഷാധിപത്വം, സ്ത്രീ വിധേയത്വം എന്ന വിഭാഗീയതകളൊന്നുമില്ലാതെ പരസ്പരം സ്വാതന്ത്ര്യം പങ്കുവെക്കുമ്പോഴാണ്, കടമകളിൽ എന്ന പോലെ അവകാശങ്ങളിലും സ്ത്രീ പുരുഷ സമത്വം കൈവരിക്കുമ്പോഴാണ് കുടുംബജീവിതം ആഹ്ലാദഭരിതമാകുന്നത്. നമുക്ക് ഫാമിലിനെ പറ്റിയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ എഴുതണമെങ്കിലും ചിന്തിക്കണമെങ്കിലും കുറച്ചുകൂടി വിശാലത ആവശ്യം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരം നമ്മൾ വായനന്റെ തലത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ വളരെ സംശയാലുക്കളമായിട്ട് പുസ്തകത്തെ സമീപിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഇത്തരം മനുഷ്യർ എഴുതുന്ന അക്ഷരങ്ങൾ നമ്മൾ ഒരുപാട് എന്താ പറയാ ആഹ്ലാദത്തിലാക്കും. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും ഓരോ ചില സാധനങ്ങൾ വായിക്കും. ശരിക്കും ഇങ്ങനെ ആവണം, വിശാലമാവണം ലോകവും മനുഷ്യരും പുസ്തകങ്ങളും അക്ഷരങ്ങളും ഒക്കെ. എന്തായാലും കൂടുതൽ ഞാൻ പറയില്ല. പുസ്തക ചർച്ച എന്തായാലും കാസിം മാഷ പുസ്തകം തിരഞ്ഞെടുത്തതിനുള്ള ഒരു സന്തോഷം ഞാൻ നിങ്ങളൊപ്പം അറിയിക്കുകയാണ്. പിന്നെ രാധാകൃഷ്ണ മാഷാണ് പിന്നെ സംസാരിക്കുന്നത്. വളരെ വിശദമായിട്ട് തന്നെ രാധാകൃഷ്ണ മാഷ പുസ്തകത്തിനെ പറ്റിയിട്ടുള്ള രചനകളെ പറ്റിയിട്ടും സംസാരിക്കും. പുസ്തകാലോകം എന്നുള്ള ടൈറ്റിലിനെ പറ്റി ഞാൻ കുറച്ച് നേരത്തെ ഇങ്ങനെ അങ്ങോട്ട് കൂടി സംസാരിക്കും. പുസ്തകാലോകം എന്ന് പറയുമ്പോൾ പുസ്തകത്തിലേക്കുള്ള ഒരു എത്തിനോടണം, അല്ലെങ്കിൽ പുസ്തകത്തിന്റെ കീഴ മാഷാകനല്ലേ. അപ്പൊ അത് പിന്നെ ചർച്ചകൾ ഉണ്ടാവുക എന്നുള്ളത്, പുസ്തകത്തിന്റെ ചർച്ചകൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെ നമുക്ക് ഏറ്റവും എന്താ പറയാ ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ചർച്ചകൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് കൂടുതൽ പിന്നെ മാനങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ കൂടുതലുള്ള നമ്മളെ ഒരു പുസ്തകം തന്നെയാണ് ഈ ചർച്ചയ്ക്ക് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൽ ഒരുപാട് കാസിം മാഷ പുസ്തകം തന്നെ അത് സന്തോഷം. എന്തായാലും പുസ്തകം ചർച്ച സംഘടിപ്പിച്ചതിനും ക്ഷണിച്ചതിനും ഒക്കെ ഹൃദയം നിറഞ്ഞ സ്നേഹം. പങ്കെടുത്ത എല്ലാവരെയും ചങ്കിലേക്ക് ചേർക്കുകയാണ്. ഫറൂഖ് ആലക്കൂടത്തിന്റെ പുസ്തകം എന്ന് പറഞ്ഞ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട്